നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇപ്പോൾ 21 വയസ്സുകാരനായ അലയാൻഡ്രോ ഗർനാച്ചോക്ക് സ്പെയിനു വേണ്ടി കളിക്കാമായിരുന്നു. പക്ഷേ അതിന് മുതിരാതെ മാഡ്രിഡിൽ ജനിച്ച ആ, അലയാൻഡ്രോ ഗർനാച്ചോ സ്പെയിനു വേണ്ടി കളിക്കാനാണ് തീരുമാനിച്ചത്. എന്നാൽ പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് നോക്കണം നിങ്ങൾ. അർജൻറ്റീനയ്ക്ക് വേണ്ടി അദ്ദേഹം കളിച്ചു, 8 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചു. പക്ഷേ ഇപ്പോൾ വേൾഡ് കപ്പ് സ്ക്വാഡിലേക്ക് അദ്ദേഹത്തെ സ്കലോനി പരിഗണിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം എടുത്തത് ഒരു റോങ് സ്റ്റെപ്പായി പോയോ? എന്തുകൊണ്ട് അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തു? അതിൽ ഖേദിക്കുന്നുണ്ടോ? എന്താണ് പ്രതീക്ഷ? അലയാൻഡ്രോ ഗർനാച്ചോ മറുപടി പറയുകയാണ്. ESPN അർജൻറ്റീന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. അലയാൻഡ്രോ ഗർനാച്ചോ പറയുന്നു, ഞാൻ അർജൻറ്റീനയെ തിരഞ്ഞെടുക്കാനുള്ള കാരണം തുടക്കത്തിൽ അവരെനിക്കൊരു കോൺഫിഡൻസ് തന്നു. ഞാൻ അവരുടെ ഭാവി ടീമിൻ്റെ പ്രധാനപ്പെട്ട താരമായിരിക്കുമെന്ന്. അതാണ് ഒരു കാരണം. അതോടൊപ്പം തന്നെ ഒരു വലിയ കാരണം വേറെയുമുണ്ട്. അത് ലയണൽ മെസ്സിക്കൊപ്പം കളിക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു. എനിക്കറിയാം ഞാൻ അർജൻറ്റീനയ്ക്ക് വേണ്ടി ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും ഭാവിയിൽ. അപ്പോൾ ഈ ഒരു സമയത്തെ ഞാൻ കാണുന്നത് ഒരു റെസ്റ്റ് ടൈമായിട്ട് മാത്രമാണ്. സോ ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം. സംഗതി എൻ്റെ കാലം വരും അർജൻറ്റീനയിൽ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മെസ്സി ഇതിൽ വളരെ പ്രധാനപ്പെട്ട റോള് വഹിച്ചിട്ടുണ്ട്. കാരണം മെസ്സിക്കൊപ്പം കളിക്കാൻ കഴിയുക എന്നൊരു അവസരം വരുമ്പോൾ അത് നമുക്ക് ആർക്കും അത്ര പെട്ടെന്ന് നോ എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ടുകൂടിയാണ് ഞാൻ അർജൻറ്റീനയ്ക്കായിട്ട് കളിക്കാൻ തീരുമാനിച്ചത് എന്നാണ് ഇപ്പോൾ അലയാൻഡ്രോ ഗർനാച്ചോ പറയുന്നത്. നോക്കുക, സ്പെയിനിൻ്റെ അണ്ടർ 18 ടീമിന് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ്. പിന്നെയാണ് അദ്ദേഹം 2022 അർജൻറ്റീനയുടെ അണ്ടർ 20 ടീമിലേക്ക് ചേക്കേറിയത്. 2023 മുതൽ അർജൻറ്റീനയുടെ സീനിയർ ടീമിന് വേണ്ടി കളിക്കാനും തുടങ്ങിയിരുന്നു. പക്ഷേ ഇപ്പോൾ വേൾഡ് കപ്പ് സ്ക്വാഡിലേക്ക് അദ്ദേഹത്തിന് അവസരം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നത് തന്നെയാണ് സൂചനകൾ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.